நான் என்ன சொல்றேன்னா ஒரு 2-3 மாசம் நல்லா ஸ்டடி பண்ணணும். அதுக்கப்புறம் தான் பிசினஸ் எல்லாம் ஆரம்பிக்கணும். ഈ 2-3 മാസം സ്റ്റഡി മാത്രം പണിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങണം. ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്. മാത്രമല്ല ബിസിനസ് ആകുമ്പോൾ ലാഭവും നഷ്ടമൊക്കെ ഇങ്ങനെ വരും പോവുകയൊക്കെ ചെയ്യാം. നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. ഇപ്പൊ കടകളിലൊക്കെ എന്തോരം മിഠായി ഐസ്ക്രീം ഒക്കെ വിറ്റ് പോകുന്നേ. അപ്പൊ നമുക്ക് മിഠായി കട തുടങ്ങാം. മിഠായി കട അല്ലേ? മിഠായും ഐസ്ക്രീം. എന്നിട്ട് പാറൂസിനും കല്ലൂസിനും കൂടെ അത് മൊത്തം തിന്നു തീർക്കാനല്ലേ? വേണ്ടട്ടോ. മിഠായി കട ഒന്നും സെറ്റ് ആവുന്നില്ല. നീ ഒരു റൗണ്ട് തുടങ്ങിയിട്ട് പൊളിഞ്ഞു പോയതല്ലേ പാറുയി? മിഠായി അളയാ, നമുക്ക് ഒരു മൊബൈൽ ഷോപ്പ് കിട്ടാല. അല്ലെങ്കിൽ വേണ്ട, ഷിബുവായിട്ട് കോമ്പറ്റീഷൻ ആയിരിക്കും. ആളെയാ മൊബൈൽ ഷോപ്പ് വേണ്ട, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. சித்து, உனக்கு எவ்வளவு காசு இந்த பிசினஸ்ல இன்வெஸ்ட் பண்ண முடியும்? പൈസ കുറച്ച് അക്കൗണ്ടിലുണ്ട്. പിന്നെ വേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വെച്ച് ലോൺ എടുക്കാമല്ലോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞാൽ അവർ റൊട്ടേറ്റ് ചെയ്ത് തരും. പൈസയുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും. പൈസ പോയാലാണ് പ്രശ്നം. നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി. എന്തിനാ ചേച്ചി? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നെഗറ്റീവ്. വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ ചേച്ചി. ചേച്ചി ബിസിനസ്സിലെ ലാഭം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കും. അതൊന്നും വലിയ കാര്യത്തിൽ മൈൻഡ് ചെയ്യല്ലേ. ആളെയാ വേറൊരു ഐഡിയ പറയട്ടാ. നമുക്ക് പാറമടയില് ചെമ്മീൻ കൃഷി തുടങ്ങിയല്ല. കുറച്ച് പായലൊക്കെ ഉണ്ട്, ഫുള്ളം ക്ലീൻ ചെയ്യാം. പാറമടയില് ചെമ്മീൻ കൃഷി വേണ്ട, കട്ട് ചെയ്തേക്ക്. നമുക്ക് അടുത്ത പിടിക്കാം. ഒറ്റ മിനിറ്റല്ലേ, ഒന്നും ആലോചിക്കട്ടെ. ஐயோ, அவன் செல்லந்தான். ஒரு நிமிஷம் கொடுத்தனா 100 ஐடியா சொல்லுவான். சூப்பர் தாண்டா நீ. ഫ്രണ്ട്സ് ഇടയ്ക്കിടെ ഇങ്ങനെ പറയും. അതിനകത്ത് 90% ഐഡിയയും പൊട്ടത്തരായിരിക്കും. ഇതിനകത്ത് ബാക്കി 10 ഐഡിയനകത്ത് 1-2 എടുക്കാം. ആ 90% ഏതെങ്കിലും ഒരു ഐഡിയ എടുത്താ കഴിഞ്ഞ്. അതുപോലത്തെ ഒരു ഐഡിയ ആയിരുന്നു ആ പച്ചക്കറിക്കട. നെഗറ്റീവ്. ഇതിനൊക്കെ എന്തിനാ കൂടെ കൊണ്ടുപോകാൻ? ഡിവോഴ്സ് ചെയ്ത് കളാ. അതെ ബിസിനസ് ചർച്ചയല്ലേ, അപ്പൊ അഭിപ്രായമൊക്കെ പറയാം. ഇരുന്ന് പറ. அதெல்லாம் விடுங்க, நான் வேற ஐடியா சொல்லட்டா? நம்மளுக்கு மினரல் வாட்டர் பிசினஸ் ஆரம்பிச்சா எப்படி? நம்ம பக்கத்தால ஒரு வீடு இருக்குல்ல, அது கோடவுனா யூஸ் பண்ணலாம். മിനറൽ വാട്ടർ പരിപാടി അല്ലേ? അത് കൊള്ളാൻ തോന്നുന്നു. കൂട്ടത്തിൽ സോഡയുടെ ബിസിനസ് കൂടെ വരുവാണെങ്കിൽ കച്ചവടം പൊടി പിടിക്കും. സർവേ പ്രകാരം ഉണ്ടല്ലോ, മിനിമം 10 പേര് 2 പേര് മിനറൽ വാട്ടർ മേടിക്കുന്നവരാ. നല്ല സ്കോപ്പ് ഉണ്ട്. അല്ലയോ, സംഭവം നല്ല സ്കോപ്പ് ഉള്ള ഒരു മേഖലയൊക്കെയാണ്. ഭയങ്കരമായിട്ട് മാൻ പവർ ഉണ്ട് ഒരു വിളിയാ. അതുകൊണ്ട് ശരിയാവില്ല. என்னடா பெரிய மேன் பவர்? நாமெல்லாம் வெட்டியா தானே உட்கார்றோம். எல்லாரும் சேர்ந்து வேலை செய்ய வேண்டியதா. പിന്നെ നമ്മൾ ഈ 5 പേര് കിടന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ മാൻ പവർ ആകത്തില്ല. അതിന് പുതിയ ആൾക്കാരെ ഇറക്കണം, പണിക്ക് ആളെ വെക്കണം. അപ്പൊ അങ്ങനെ പണിക്ക് ആളെ വെക്കുമ്പോ എല്ലാരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റാ. കമ്പനി ഇപ്പൊ തന്നെ എന്റെ അടുത്ത് കാണിച്ച പരിപാടി നിങ്ങളെല്ലാം കണ്ടതല്ലേ? കമ്പനി എന്ത് കാണിച്ചെന്ന് കുറച്ച് ചീത്ത പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. എന്റെ പൊന്നു ലക്ഷ്യസ്, നീ ഒന്ന് അടങ്ങിയിരുന്നേ. അത് തന്നെ ചേച്ചിയായി വേണമെങ്കിൽ മുണ്ടും മുറുക്കെടുത്ത് പട്ടിണി നടക്കും നമ്മള്. എന്നും പറഞ്ഞോണ്ട് അഭിമാനം പറ്റും നമ്മളെ ചോദിക്കൂലേ. ഞാനേ ദുബായ് കിടന്ന് കഷ്ടപ്പെട്ട കഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ അർബാബിനെയും ജിഎമ്മിനെയും വിളിച്ച് 10 പറയട്ടെ. ഈ അർബാബിനാണെങ്കിലുണ്ടല്ലോ മലയാളം അറിയത്തോണ്ട് ജിഎമ്മിനെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിക്കാൻ വേണം. നിന്റെ മാനസപിതാവായിരുന്നല്ലോ അറബി, ഇപ്പൊ എന്ത് പറ്റി? സിറ്റുവേഷൻസ് മാറ്റർ. അത് നാളെ വിളിച്ച 10 പറയേ അങ്ങോട്ട്. ഇനി ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന നമുക്ക് മനസ്സിൽ ഭയങ്കര ഭാരമായിരിക്കും. ഇറക്കി അങ്ങ് വിട. എനിക്ക് വിളിച്ച് പറഞ്ഞാൽ ഇന്ന് ഉറക്കം കിട്ടത്തു. ചേച്ചി പിന്നല്ല, പിന്നെ അളയന്റെ മനസ്സിൽ ഇങ്ങനെ ഇത്ര വെയിറ്റ് വെച്ചോണ്ടിരുന്ന നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇൻവെസ്റ്റ്മെന്റ് ഇറങ്ങണ്ടേ? അപ്പൊ ഫസ്റ്റ് മനസ്സിലുള്ളത് ഇറക്കി കളയണം. എന്റെ ജീവിതം നശിപ്പിച്ചേ അടങ്ങുള്ളൂ അല്ലേ? പിന്നെ അളയാ പിന്നെ അറബിയെ വിളിക്കേണ്ടത്.